ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേക്ക് വേണ്ടിയിട്ട് 2 ഹെയർ ആക്സസറീസാണ് ഉണ്ടാക്കുന്നത്. ഒന്ന് ഹെയർ ക്ലിപ്പും പിന്നെ ഒരു ഹെയർ ബാൻഡും ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനകത്ത് ആദ്യത്തെ ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു റിബണിൻ്റെ ഒരു പീസ് എടുക്കാം. സ്ക്വയർ ഷേപ്പിലാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ രണ്ടറ്റവും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കത്തിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതൊന്ന് ഒട്ടിക്കിട്ടും. ഇല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഗ്ലൂ ഉണ്ടെങ്കിൽ അങ്ങനെ വെച്ച് കൊടുത്താലും മതി കേട്ടോ. അതിനുശേഷം ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ അതൊന്ന് മടക്കി ഒന്നുകൂടെ ഗ്ലൂ വെച്ച് ഒട്ടിക്കുക എന്തെങ്കിലും ചെയ്യണം. അപ്പം നമുക്ക് നല്ലൊരു ഇതളെന്നുള്ള രീതിയിലാണത് കിട്ടുക. അപ്പോൾ അതേപോലത്തെ ഇൻഡിപെൻഡൻസ് ഡേയുടെ തീം ആയതുകൊണ്ട് തന്നെ 2 ഓറഞ്ച്, 2 വൈറ്റ്, പിന്നെ 2 ഗ്രീന്, അങ്ങനെയാണ് ഇതിപ്പോൾ ഞാൻ ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം ആ ഒരു ഇൻഡിപെൻഡൻസ് ഡേയുടെ തീം എന്നുള്ള രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂചി നൂലെടുത്ത് 2 ഓറഞ്ച് കളറ്, പിന്നെ അതിന് ശേഷം 2 വൈറ്റ്, പിന്നെ 2 ഗ്രീന്, അങ്ങനെ ഒന്ന് കോർത്തെടുക്കണം. അതിന് ശേഷം അത് കെട്ടി കൊടുക്കണം. അപ്പോൾ ഒരു പൂവിൻ്റെ ഷേപ്പിന് നമുക്ക് കിട്ടും. ഇനിയിപ്പോൾ അതിൻ്റെ നടുക്കത്തെ എന്നുള്ള രീതിയിൽ അത് ബ്ലൂ കളറ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെക്കാം. ഇനി അതല്ല വേറെ ഏതെങ്കിലും രീതിയിൽ വെക്കുകയാണെങ്കിൽ അങ്ങനെ വെക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്തൊരു എന്താ പറയുക, ഇച്ചിരി ഒരു ഷൈനിങ്ങോട് കൂടിയിട്ടുള്ളൊരു ബീഡ് ഉണ്ടായിരുന്നു. ഒരു സ്റ്റോണാണത്. അപ്പോൾ ഞാൻ ആ സ്റ്റോണാണ് ഇതിനകത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇത് ലാസ്റ്റ് ഒരു എന്താ പറയുക, അലിഗേറ്റർ അല്ല കേട്ടോ, നോർമൽ ക്ലിപ്പില്ലേ, ടിക് ടാക്ക്, അതിൻ്റെ ക്ലിപ്പിനകത്തേക്ക് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അലിഗേറ്റർ ക്ലിപ്പിനകത്തോ എന്തിനകത്തോ വേണമെങ്കിലും ഒട്ടിച്ചെടുക്കാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഫ്ലവർ ഒരു 3 ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെയർ ബാൻഡിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ ഇത് വളരെ സിമ്പിളായിട്ടുള്ളതാണ്. 3 ഹെയർ ബാൻഡ് 3 റിബണിൻ്റെ പീസ് എടുക്കാം. ഞാൻ ഇപ്പോൾ 10 സെൻറ്റിമീറ്ററിൻ്റെ വീതമുള്ളതാണ് 3 കളറും എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് 3 എണ്ണത്തിൻ്റെ ഒരേപോലെ കോർത്ത് കൊടുക്കണം. അതിനുശേഷം അത് കെട്ടിയെടുക്കുമ്പോൾ നല്ലൊരു ഫ്ലവർ പോലെ തന്നെ കിട്ടും. ഞാനിതിപ്പോൾ എന്നിട്ട് എന്താ പറയുക, വലിയൊരു ഹെയർ ബാൻഡിനകത്തേക്കാണ് ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് കുറച്ച് സൈസ് വലിയ ഫ്ലവറാട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഹെയർ ബാൻഡിനകത്ത് ഒട്ടിച്ചു കൊടുത്തത്. വലിയ ഫ്ലവർ ആകുമ്പോൾ ഹെയർ ബാൻഡിനകത്ത് ഒട്ടിക്കുന്നതായിരിക്കും നല്ലതൊന്നുകൂടെ. അതല്ല ഇപ്പം നിങ്ങളുടെ അടുത്ത് ചെറിയ റിബണാണ് ഇരിക്കുന്നതെങ്കിൽ ചെറിയതായിട്ടുള്ള രീതിയിലാക്കിയാലും മതി. ഇനി ടിക് ടാക്കിനകത്തോ അലിഗേറ്റർ ക്ലിപ്പിനകത്തോ ഹെയർ ബാൻഡിനകത്തോ എങ്ങനെ വേണമെങ്കിലും ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള 2 ഹെയർ ആക്സസറീസാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് വരുന്ന ഇൻഡിപെൻഡൻസ് ഡേക്ക് സെയിലാക്കാൻ പറ്റുന്ന രീതിയിൽ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ആക്സസറീസ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് കമൻസ് അറിയിക്കണേ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.